നോമ്പിന്റെ ദിവ്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം. തിരികെ ദൈവത്തിലേക്ക് എന്ന പേരിൽ ഈ നോമ്പ് കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധ വചനങ്ങളെ ധ്യാനിക്കുവാനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവം ഒരുക്കുന്ന മുഖാന്തരം പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ ധ്യാനത്തിനായി ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഈ വചനത്തിൽ നിന്ന് 3 പ്രധാന കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന ആഗ്രഹം ദാനിയേലിന് ദൈവസന്നിധിയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. രാജഭോജനം കൊണ്ടും രാജാവ് നൽകുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന ആഗ്രഹം. അശുദ്ധി ഭവിക്കാതെ വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കുവാൻ ഈ നോമ്പ് കാലം നമ്മെ വിളിക്കുന്നു. ആഗ്രഹമാണ് ദൈവത്തെ അറിയുവാനുള്ള പ്രധാനപ്പെട്ട മുഖാന്തരമായി ഒരുങ്ങേണ്ടത്. എന്നാൽ ആ ആഗ്രഹം പോലും ദൈവമാണ് നമുക്ക് നൽകുന്നത് എന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. യോഹന്നാൻ വിശുദ്ധ സുവിശേഷം എഴുതുമ്പോൾ 6-ാം അധ്യായം 65-ാമത്തെ വാക്യത്തിൽ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അരികിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദാനിയേലിന്റെ ഉള്ളിൽ ഉണ്ടായ ആഗ്രഹവും ഈ നോമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ അന്വേഷിക്കുവാൻ ഉണ്ടായിരിക്കുന്ന ആഗ്രഹവും ദൈവം നൽകിയിരിക്കുന്ന കൃപയാണ്. ദാനിയേലിന് ആ ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്, ആഗ്രഹം മാത്രമല്ല, ആ ആഗ്രഹം ദൈവകൃപയാൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ദാനിയേലിനെ നയിക്കുന്നുണ്ട്. അത് തീരുമാനം എന്ന ആ ഒരു തലത്തിലേക്ക്, ഹൃദയ നിശ്ചയത്തിലേക്ക് ദാനിയേലിനെ നയിക്കുന്നു. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: രാജഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആ ഹൃദയ നിശ്ചയം ഒരു തീരുമാനമാണ്. രാജഭോജനവും വീഞ്ഞും ഇന്നും നമ്മെ ഈ ലോകത്തിലേക്ക് മാടി വിളിക്കുന്ന അനുഭവങ്ങളാണ്. അത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ തുടങ്ങി ലഹരിയിലാഴ്ത്തുന്ന, അടിമപ്പെടുത്തുന്ന ഒട്ടനവധി മേഖലകളെ അത് വിശാലമായി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. രാജഭോജനം കണക്ക് വർണ്ണശഫലമായ, രുചികരമായ, ആസ്വാദികരമായ ഈ ലോകത്തിന്റെ അനുഭവങ്ങളും മത്തുപിടിപ്പിക്കുന്ന വീഞ്ഞ് കണക്ക് സ്മാർട്ട് ഫോണിൻ്റെയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും വ്യക്തിബന്ധങ്ങളുടെയും വഴിവിട്ട ജീവിത അനുഭവങ്ങളുടെയും ലഹരിയുടെയും അടിമത്തങ്ങളും ഇന്നും നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇതിലൊന്നും വീണ് അശുദ്ധമാകയില്ല എന്ന തീരുമാനം ദാനിയേലിന്റെ ഹൃദയത്തിലെ ദൃഢനിശ്ചയമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. വചനം എഫേസ്യർക്ക് ലേഖനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. 4-ാം അധ്യായം 27-ാം വാക്യം: പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ ആ ഹൃദയം അശുദ്ധമാകും, ആ ജീവിതം അശുദ്ധമാകും. രാജഭോജനവും ഈ വീഞ്ഞും പിശാചിന് ഇടം കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലം ലോകത്തിന്റെ അശുദ്ധിക്ക് നാം ഇടം കൊടുക്കുന്നത് പിശാചിന് ഇടം കൊടുക്കുന്നതിന് തുല്യമാണ്. പിശാചിന് ഇടം കൊടുക്കില്ല, എന്നെ തന്നെ ഞാൻ അശുദ്ധമാക്കയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. 3, ഈ ആഗ്രഹവും തീരുമാനവും ദാനിയേലിനെ നയിച്ചത് വലിയൊരു പ്രവൃത്തിയിലേക്കാണ്. ആ പ്രവൃത്തി വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. തൻ്റെ മേലധികാരിയോട്, അല്ലെങ്കിൽ തന്നെ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരിയോട് താൻ ചെന്ന് തൻ്റെ ആവശ്യം അറിയിക്കുന്ന ആ പ്രവൃത്തി. എന്നാൽ ആ മേലധികാരി ഭയപ്പെടുന്നുണ്ട്. കാരണം രാജാവ് കൽപ്പിച്ചിട്ടാണ് ഇപ്രകാരം ഒരു ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് ദാനിയേലിന് വേണ്ടി മാറ്റുമ്പോൾ രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരോധമല്ലേ എന്നുള്ളൊരു ഭയമുണ്ട്. എന്നാൽ ദാനിയേല് 10 ദിവസം പരീക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ പ്രവൃത്തി ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിനുള്ള മുഖാന്തരമായി ഒരുക്കപ്പെടുന്നുണ്ട്. ആ 10 ദിവസത്തിന് ശേഷം വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട്, മറ്റെല്ലാവരെക്കാളും ദാനിയേലും ഒപ്പമുണ്ടായിരുന്ന 3 പേരും
മറ്റെല്ലാവരെക്കാളും മിടുക്കന്മാരായിരുന്നു എന്ന് അവരുടെ ശരീരം കൊണ്ടും അവരുടെ പുഷ്ടി കൊണ്ടും തിരിച്ചറിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ അറിയുവാനുമുള്ള ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. അത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ആഗ്രഹം ശരിയായ, ദൃഢമായ, ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ആ തീരുമാനം പ്രാവർത്തികമാക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃപയുള്ള ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിനുണ്ടായ ആഗ്രഹവും ആ ആഗ്രഹത്തെ തുടർന്നുണ്ടായ തീരുമാനം പ്രവൃത്തി തലത്തിലെത്തിച്ച ആ ഹൃദയ നിശ്ചയവും അടിയങ്ങൾക്ക് നൽകി. ഹൃദയത്തിൽ കർത്താവെ അങ്ങേ അന്വേഷിച്ച് അങ്ങേ മാത്രം ആരാധിച്ച് ജീവിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. അതിന് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് കനിയണമേ. ആമേൻ.